നമസ്കാരം സുഹൃത്തുക്കളെ. തോറ്റാലും തിരിച്ചു വരാം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം കടന്നു പോയിട്ടുള്ള ഒരു വികാരത്തെക്കുറിച്ചാണ്. തോൽവി. ഈ വാക്ക് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ എല്ലാം ഉള്ളിൽ ഒരു നീറ്റലുണ്ടാവാം, ഒരു ഭയമുണ്ടാവാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, തോൽവി ഒരു അവസാനമല്ല, അതൊരു പുതിയ തുടക്കമാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ തോറ്റുപോയെന്ന് തോന്നിയിട്ടുണ്ടാകും. ഒരു പരീക്ഷയിൽ പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഒരു അഭിമുഖത്തിൽ അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. പ്രണയത്തിലോ സൗഹൃദങ്ങളിലോ തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ടാവാം. കച്ചവടത്തിൽ നഷ്ടം വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ നെഞ്ചിലേറ്റി നടന്ന ഒരു സ്വപ്നം കൺമുമ്പിൽ വെച്ച് പൊലിഞ്ഞു പോയിട്ടുണ്ടാവാം. അത്തരം നിമിഷങ്ങളിൽ നമ്മൾ തകർന്നു പോയെന്ന് തോന്നും, അല്ലേ? ഇനി ഒന്നിനും കഴിയില്ലെന്ന് ചിന്തിച്ചു പോകും. എന്നാൽ ഓർക്കുക, ഓരോ വീഴ്ചയും നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. ഓരോ തോൽവിയും നമ്മളെ കൂടുതൽ ശക്തരാക്കുന്ന ഒരു അനുഭവമാണ്. തോൽവി ഒരു പുതിയ പാഠമാണ് സുഹൃത്തുക്കളെ. നമ്മൾ ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വെന്നിക്കൊടി പാറിച്ച ഒട്ടനവധി വ്യക്തികളെ കാണാൻ സാധിക്കും. തോമസ് എഡിസൺ എന്ന മഹാപ്രതിഭ ആയിരക്കണക്കിന് തവണ പരാജയപ്പെട്ടിട്ടാണ് ബൾബ് കണ്ടുപിടിച്ചത്. ഓരോ പരാജയവും ബൾബ് നിർമ്മിക്കാനുള്ള ശരിയായ വഴി ഏതാണ് എന്ന് അദ്ദേഹത്തെ പഠിപ്പിക്കുകയായിരുന്നു. എഡിസൺ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വഴികളാണ് ഞാൻ ഇതിനു വേണ്ടി കണ്ടെത്തിയത്, പക്ഷേ അതൊന്നും പ്രവർത്തിച്ചില്ല. എത്ര മനോഹരമായ കാഴ്ചപ്പാടാണത്. ജെ.കെ. റൗളിംഗ് ലോകം മുഴുവൻ വായിച്ച ഹാരി പോട്ടർ എന്ന മാന്ത്രിക നോവൽ എഴുതിയ മഹാപ്രതിഭ. അത് എഴുതി വെച്ചതിന് ശേഷം പ്രസാധകരെ തേടി അദ്ദേഹം വളരെയധികം അലഞ്ഞിട്ടുണ്ട്. പ്രസാധകർ ആ പുസ്തകം തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അവർക്ക് മുന്നിൽ വാതിലുകൾ ഓരോന്നായി കുറ്റിയടക്കപ്പെട്ടു. അവർ സാമ്പത്തികമായി തകർന്ന് ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു അന്നേരം. എന്നാൽ പിന്മാറിയില്ല. തന്റെ സ്വപ്നത്തിനു വേണ്ടി പോരാടി. ഒടുവിൽ ലോകത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാളായി മാറി എന്നുള്ളതാണ്. മൈക്കിൾ ജോർദാൻ എക്കാലത്തെയും മികച്ച ബാസ്കറ്റ്ബോൾ കളിക്കാരിൽ ഒരാൾ. തന്റെ ജീവിതത്തിൽ ആയിരക്കണക്കിന് ഷോട്ടുകൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പല നിർണായക മത്സരങ്ങളിലും അദ്ദേഹത്തിന് ലക്ഷ്യം കാണാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം പറയുന്നത്, എന്റെ ജീവിതത്തിൽ ഞാൻ വീണ്ടും വീണ്ടും പരാജയപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വിജയിച്ചതെന്ന്. തോൽവികളിലൂടെയാണ് അദ്ദേഹം തന്റെ കഴിവുകൾക്ക് മൂർച്ച കൂട്ടിയത്. ഇവിടെയെല്ലാം ഒരു പൊതുവായ കാര്യമുണ്ട് സുഹൃത്തുക്കളെ. അവർക്കൊന്നും തോൽവി ഒരു തടസ്സമായിരുന്നില്ല. അത് അവരെ കൂടുതൽ ലക്ഷ്യബോധമുള്ളവരാക്കി. അവരുടെ ഉള്ളിലെ തീ കെടുത്താതെ സൂക്ഷിച്ചു. തോൽവികളെ ഒരു പെർമിറ്ററായി കാണാതെ അതിനെ ഒരു പ്രൊമോട്ടറായി കാണുക. പ്രൊമോട്ടറായിട്ട് നിങ്ങളുടെ ഉള്ളിലെ ശക്തി തിരിച്ചറിയുക. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു വലിയ ശക്തിയുണ്ട്. തിരിച്ചു വരാനുള്ള കഴിവ്, വീണുപോയാൽ എഴുന്നേക്കാനുള്ള ധൈര്യം, തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനുള്ള മനസ്സ്, ഇത് തിരിച്ചറിയുകയാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ ഇപ്പോൾ ഒരു തോൽവിയുടെ നടുവിലാണോ? എങ്കിൽ സ്വയം ഒരു നിമിഷം ശാന്തമായി ചിന്തിക്കുക. ഞാൻ എന്താണ് ഈ തോൽവിയിൽ നിന്ന് പഠിച്ചത്? എനിക്ക് എവിടെയാണ് തെറ്റിയത്? ഇനി എനിക്ക് എങ്ങനെ അത് മെച്ചപ്പെടുത്താൻ സാധിക്കും? ഈ ചോദ്യങ്ങൾ നിങ്ങളെ ശരിയായ പാതയിലേക്ക് നയിക്കും. തീർച്ച. നിങ്ങളുടെ തെറ്റുകൾ തിരിച്ചറിയുന്നത് വിജയത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടിയാണ്. ആ തെറ്റുകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. ഓർക്കുക, നിങ്ങളുടെ സ്വപ്നങ്ങൾ വലിച്ചെറിയാനുള്ളതല്ല. ഒരു തവണ തോറ്റത് കൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ അവസാനിക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഒരു വഴി അടയുമ്പോൾ മറ്റൊരു വഴി തുറന്നു വരും. നിങ്ങൾ ആത്മവിശ്വാസത്തോടെയും ദൃഢനിശ്ചയത്തോടെയും മുന്നോട്ട് പോകാൻ തയ്യാറായാൽ മാത്രം മതി സുഹൃത്തുക്കളെ. മനസ്സിനെ കീഴടക്കുക, ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക. ഒരു കാര്യം ഉറപ്പാണ്, ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടാകും. സന്തോഷവും ദുഃഖവും ഒക്കെ ഉണ്ടാകും. വിജയവും പരാജയവും ഉണ്ടാകും. എന്നാൽ ഇതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകുന്നവരാണ് യഥാർത്ഥ വിജയികൾ. നിങ്ങളുടെ മനസ്സിനെയാണ് നിങ്ങൾ ആദ്യം കീഴടക്കേണ്ടത്. എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന മനസ്സിനെ എനിക്ക് കഴിയും എന്ന് പറയിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നെഗറ്റീവ് ചിന്തകളെ പൂർണ്ണമായും ഒഴിവാക്കുക. പോസിറ്റീവായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ കൂടെ നിങ്ങളെ സ്നേഹിക്കുന്നവരും പിന്തുണയ്ക്കുന്നവരുമുണ്ട്. നിങ്ങളുടെ കുടുംബം, സുഹൃത്തുക്കൾ, അധ്യാപകർ, വഴികാട്ടികൾ
ഇവരുടെ എല്ലാം പിന്തുണ സ്വീകരിക്കാൻ മടിക്കരുത്. അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കുക സുഹൃത്തുക്കളെ. എന്നാൽ ഏറ്റവും വലിയ പിന്തുണ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വയം നൽകാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ തന്നെ വിശ്വസിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുക. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടാതിരിക്കുക. അവർ നിങ്ങളുടെ യാത്രയെക്കുറിച്ചോ നിങ്ങളുടെ ഉള്ളിലെ അഗ്നിയെക്കുറിച്ചോ അറിയുന്നില്ല. നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടേതാണ്. അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ യാത്ര ആരംഭിക്കുക ഒരു നിമിഷം പോലും വൈകാതെ. ഈ നിമിഷം മുതൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് വീണ്ടും നടന്നു തുടങ്ങുക. ഓരോ ചെറിയ ചുവടുവയ്പും നിങ്ങളെ വിജയത്തിലേക്ക് അടുപ്പിക്കും. ചിലപ്പോൾ വളരെ പതുക്കെയായിരിക്കും നിങ്ങളുടെ പുരോഗതി. എന്നാൽ ഓർക്കുക, പതിയെയാണെങ്കിലും സ്ഥിരമായി മുന്നോട്ട് പോകുന്നവനാണ് ലക്ഷ്യത്തിലെത്തുന്നത്. ഉദാഹരണത്തിന്, ഒരു കുന്നിൻ മുകളിലേക്ക് കയറുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ ചുവടുകൾ വെച്ചാണ് മുകളിലേക്ക് എത്തുന്നത്. ഒറ്റയടിക്ക് ആർക്കും മുകളിലെത്താനായിട്ട് സാധിക്കില്ല സുഹൃത്തുക്കളെ. അതുപോലെയാണ് ജീവിതവും. നമ്മളുടെ ജീവിതം ഒരു നീണ്ട മാരത്തോണാണ്. ഒരു ഇടർച്ചയിൽ വീഴാം, എന്നാൽ ലക്ഷ്യം മുന്നിൽ കണ്ട് വീണ്ടും ഓടാൻ തുടങ്ങുക. ഓരോ തവണയും നിങ്ങൾ വീഴുമ്പോൾ എഴുന്നേൽക്കാനുള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിക്കുകയാണ്. നിങ്ങളുടെ മനസ്സ് കൂടുതൽ ശക്തമാകുകയാണ്. നിങ്ങളുടെ ഉള്ളിലെ പോരാളിയെ ഉണർത്തുക. തോൽവി നിങ്ങളെ തളർത്താൻ അനുവദിക്കരുത്. അത് നിങ്ങളെ കൂടുതൽ ശക്തനാക്കാനുള്ള ഒരു ചവിട്ടുപടിയാക്കി മാറ്റുക. നിങ്ങളുടെ യാത്രയിൽ വെല്ലുവിളികൾ ഉണ്ടാവാം, തടസ്സങ്ങൾ ഉണ്ടാവാം. എന്നാൽ അവയെല്ലാം നിങ്ങളെ കൂടുതൽ മിടുക്കനും കരുത്തനുമാക്കാൻ സഹായിക്കുന്നവയാണ്. ഈ ലോകം വിജയികളെയാണ് ആഘോഷിക്കുന്നത്. എന്നാൽ ഓരോ വിജയിയുടെയും പിന്നിൽ അനേകം പരാജയങ്ങളുടെ കഥകൾ ഉണ്ടാകും. അത് ആരും അറിയുന്നില്ല എന്ന് മാത്രം. ആ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ടാണ് അവർ വിജയികളായത്. നിങ്ങൾക്കും അത് സാധിക്കും. തോറ്റാലും തിരിച്ചു വരാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. അത് തിരിച്ചറിയുക. ആ ശക്തി ഉപയോഗിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം നിറയ്ക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക. നിങ്ങൾ ഒരു നാൾ തീർച്ചയായും വിജയിക്കും സുഹൃത്തുക്കളെ, വിജയിക്കും. തോൽവി എന്നത് ഒരു അവസാനമല്ല, മറിച്ച് ഒരു പുതിയ തുടക്കമാണ്. വീണുപോയാൽ അവിടെ കിടക്കാനല്ല നമ്മൾ പഠിച്ചിട്ടുള്ളത്. വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരാൻ വേണ്ടിയാണത്. ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാം. നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെന്ന് വരാം. പക്ഷേ അവിടെ തളർന്നു പോകരുത്. ഓരോ തോൽവിയും നമ്മളെ കൂടുതൽ ശക്തരാക്കുന്നു. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വലിച്ചെറിയരുത്. സ്വയം വിശ്വസിക്കൂ. നിങ്ങളുടെ കഴിവുകളിൽ ഉറച്ചു നിൽക്കുക. ഒരു തവണ തോറ്റാൽ അതിനർത്ഥം നിങ്ങൾ എന്നേക്കുമായി പരാജയപ്പെട്ടു എന്നല്ല. തോറ്റാലും തിരിച്ചു വരാം, അതിശക്തമായി തിരിച്ചു വരാം സുഹൃത്തുക്കളെ. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകൂ. അവയെ യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കൂ. തോൽവികളെ വിജയങ്ങളാക്കി മാറ്റാനുള്ള അവസരമാണിത്. നിങ്ങൾക്കതിന് കഴിയും. ഉണർന്നെഴുന്നേൽക്കൂ. മുന്നോട്ടു പോകാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ. പുതിയൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.